അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം പഠിച്ചു അല്ലേ? ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. സമാന്തര ശ്രേണികളുടെ തുക. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ കുറച്ച് ടേംസ് ആഡ് ചെയ്താൽ അത് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ നോക്കാം. ഇവിടെ ഒരു 10 റോസ് ഡോട്ട്സ് ഉണ്ട്. ഓരോ റോസിലും എന്താണ് 11 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡോട്ട്സ് എത്രയാണ്? കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അല്ലേ? കാരണം എത്രയാണ്? എന്താണ് 10 റോസ് ആണ് ഉള്ളത്. അതില് 10 റോസിലും ഓരോ റോസിലും എത്രയാണ്? 11 ഡോട്ട്സ്. ഒരു റോയിൽ എത്രയാണ്? 11 ഡോട്ട് ആണെങ്കിൽ 10 റോസിൽ എത്രയാണ്? 110 റോസ് ആണ്, 110 ഡോട്ട്സ് ആണ് ഉള്ളത് അല്ലേ? അപ്പൊ ഇത് നമുക്ക് അറിയാവുന്ന ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കിക്കേ. ഇവിടെ ഡോട്ട്സ് ട്രയാങ്കിൾ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റോയില് 1, പിന്നെ 2, 3, 4, 5, 6, 7, 8, 9, 10. മൊത്തം എത്ര ഉണ്ട്? അപ്പൊ മൊത്തം എത്ര ഡോട്ട്സ് ഉണ്ട്? 55 ഡോട്ട്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഓരോ ഡോട്ട്സും കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. ഓരോ ഡോട്ട്സും കൗണ്ട് ചെയ്യുന്നതിന് പകരം ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രയാങ്കിൾ മെത്തേഡാണ്. ഇതില് ട്രയാങ്കിൾ മെത്തേഡ്. അപ്പൊ ഇവിടെ സെയിം ട്രയാങ്കിൾ വേറെ ഒരെണ്ണം എടുത്ത് അപ്സൈഡ് ഡൗൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത് ഫസ്റ്റ് ട്രയാങ്കിളിനോട് കൂടി അത് ജോയിൻ ചെയ്ത്. അപ്പോൾ എന്ത് ഷേപ്പാണ് നമുക്ക് കിട്ടിയത്? ഒരു റെക്ടാങ്കിൾ ഷേപ്പാണ് നമുക്ക് കിട്ടിയത് അല്ലെ? 2 ട്രയാങ്കിളും കൂടി ജോയിൻ ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ഒരു റെക്ടാങ്കിൾ ഷേപ്പ് കിട്ടി. റെക്ടാങ്കിളിൽ നമുക്കറിയാം എത്ര റോസ് ഉണ്ട്? 10 റോസ് ഉണ്ട് അല്ലേ? എത്ര ഓരോ റോയിലും എത്ര ഡോട്ട്സ് ഉണ്ട്? എത്ര കോളംസ് ഉണ്ട്? 11 കോളംസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഡോട്ട്സ് എത്രയാണ്? 10 × 11 110 അല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? 2 ട്രയാങ്കിൾസ് ആണുള്ളത്. 2 ട്രയാങ്കിൾസ് കൂട്ടി വെച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഒരു റെക്ടാങ്കിൾ കിട്ടിയത്. നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെതാണ് കാണേണ്ടത്. അപ്പൊ ഒരു ട്രയാങ്കിളിൻ്റെത് കാണാനായിട്ട് ഇത് പകുതിയാക്കിയാൽ പോരെ? 110/2 എത്രയാണ്? 55. അപ്പൊ ഈ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടിയത്. അപ്പൊ ഈ മെത്തേഡിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഡോട്ട്സിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അതായത് ഒരു ട്രയാങ്കിളിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അതേ സെയിം ട്രയാങ്കിൾ തന്നെ എടുത്തു, അത്രയും തന്നെ നമ്പേഴ്സ് വേറെ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? അത് സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമ്പേഴ്സ് അല്ലെ? സ്ക്വയർ ആയി അതിനുശേഷം എന്ത് ചെയ്തു? നമുക്ക് ഒരെണ്ണത്തിന്റെ മതി. അപ്പൊ ഒരെണ്ണത്തിന്റെ കളഞ്ഞു, അതിന് പകുതിയാക്കി 55 കിട്ടി. അപ്പൊ ഇതാണ് ട്രയാങ്കിൾ മെത്തേഡ്. ഇനി നമുക്ക് വേറൊരു മെത്തേഡില് ഇത് നമുക്ക് ട്രൈ ചെയ്യാം. സെയിം ആൻസർ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് നമുക്ക് സമ്മ് എസ് എന്ന് എടുക്കാം. ഓക്കെ, തുകയല്ലേ കണ്ടുപിടിക്കേണ്ടത്, സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം എന്തൊക്കെയാണ് പ്ലസ് ചെയ്യേണ്ടത്. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ?
ഇതിന് നമുക്ക് എന്ത് എഴുതാം? അപ്പൊ ഒരു ഇതിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ മെത്തേഡിൽ ചെയ്തതുപോലെ നമുക്ക് വേറൊരു സം എടുക്കാം. അതായത് ഇത് റിവേഴ്സ് ഓർഡറിൽ എഴുതാം. അതായത് 10 പ്ലസ് 9 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് എസ് പ്ലസ് എസ് 2s കിട്ടും അല്ലേ? ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? 11. ഇവിടെയും നമുക്ക് 11 11 എല്ലാം നമുക്ക് 11 ആണ് കിട്ടുന്നത് പ്ലസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ? അങ്ങനെ എത്ര 11 നമുക്ക് കിട്ടും? നമുക്ക് എത്ര നമ്പേഴ്സ് ആണുള്ളത്? 10 11 നമുക്ക് കിട്ടും അല്ലേ? 7 8 9 10 10 11s കിട്ടും നമുക്ക് അല്ലേ? 10 ടൈംസ് നമുക്ക് 11 കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് സമ്മാണ് എന്ത് കിട്ടിയേക്കുന്നത്? ഇത്രയും 11 കിട്ടിയേക്കുന്നത് അല്ലേ? 10 ടൈംസ് കിട്ടുമ്പോൾ നമുക്കറിയാം 2s എന്നുള്ളത് നമുക്ക് ഇത് ഇൻറ്റു ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് 10 ടൈംസ് 11 അല്ലേ? 10 ടൈംസ് 10 പ്രാവശ്യം 11 എത്രയാണ്? 110. അപ്പോൾ നമുക്കിവിടെ 2s ആണ് എന്ത് കിട്ടിയേക്കുന്നത്? 110. അപ്പൊ എസ് എത്രയാണ്? 110/2 55. ഇതാണ് വേറൊരു മെത്തേഡ്. സെയിം ട്രയാങ്കിൾ മെത്തേഡ് തന്നെ നമ്മൾ എന്താണ് നമ്പർ മെത്തേഡിലാക്കി എന്നുള്ളൂ. അപ്പൊ നമുക്കിനി ഈ മെത്തേഡിൽ വെച്ചിട്ട് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോഴ് 10 നമ്പേഴ്സിന്റെ സമ്മാണ് നമ്മളിപ്പോഴ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് 100 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാം. 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം എസ് ഇപ്പൊ ചെയ്തതുപോലെ തന്നെ എസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അങ്ങനെ പോയിട്ട് എത്ര വരെ എത്തും? 100 വരെ. 100 നമ്പേഴ്സിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വേറെ എസ് എടുക്കും, തിരിച്ചെഴുതും. 100 പ്ലസ് 99 പ്ലസ് 98 പ്ലസ് അങ്ങനെ പോയി അവസാനം ഇവിടെ 1 വരും അല്ലേ? അപ്പൊ എല്ലാത്തിന്റെയും ആൻസർ സെയിം ആയതുകൊണ്ടിട്ട് നമുക്ക് ഒരെണ്ണത്തിന്റെ ആൻസർ ഇവിടെ 2s = എന്ത് കിട്ടും? ഒരെണ്ണത്തിന്റെ ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ? എത്രയായിരിക്കും? 101 ആണ് അല്ലേ? എല്ലാത്തിലും എന്തായിരിക്കും? 101 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 2s എന്നുള്ളത് എന്ത് കിട്ടി? എത്ര ടൈംസ് ആണ് നമുക്ക് 101 എഴുതിയേക്കുന്നത്? നമ്മളിവിടെ 100 പ്രാവശ്യമാണ് എഴുതിയേക്കുന്നത് അല്ലെ? 1 മുതൽ 100 വരെ 100 പ്രാവശ്യം നമ്മൾ എന്ത് എഴുതി? 101 എഴുതി അല്ലെ? അപ്പൊ 2s എന്നുള്ളത് എന്താ? ഇത് ഇൻറ്റു ചെയ്യാനായിട്ട് എങ്ങനെയാണ്? 101നോട് 100 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 2 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 2s ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ നമ്പർ കിട്ടിയത്. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 10,100/2 ആണ് അല്ലെ? അപ്പൊ കട്ട് ചെയ്യുമ്പോൾ 5 ടൈം 1 പോകില്ല, 0 ഇട്ട് കൊടുത്ത് 10 5 ടൈം 0 5050 കിട്ടും. അപ്പൊ ഈ റൂൾസ് നമുക്ക് സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ നേരത്തെ ചെയ്തപ്പോഴും ഇപ്പൊ ചെയ്തപ്പോഴും നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയത്? എത്ര ടൈംസ്? 10 ടൈംസ് നമ്മൾ 11 ഇൻറ്റു ചെയ്തു. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സും എന്താണ്? അടുത്തടുത്ത് കിടക്കുന്ന നമ്പറാണ്. ഇതും എന്താണ്? അടുത്തടുത്ത് കിടക്കുന്ന നമ്പറാണ്. അതായത് ഈ നമ്പറിനേക്കാളും 1 കൂടുതലാണ് ഇവിടെ, ഇവിടെയും ഈ നമ്പറിനേക്കാളും 1 കൂടുതലാണ്. ഇത് ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഒരു നമ്പേഴ്സ് ജനറൽ ഫോമിൽ ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? അതായത് ഇപ്പോൾ നമ്മൾ 100ഉം 10ഉം നമ്പേഴ്സ് ആണ് നമ്മൾ ഇത്ര വരെ കണ്ടുപിടിച്ചത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ
ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എത്ര ടൈംസ് എന്നുള്ള നമ്പർ. ഇവിടെയും അതുപോലെ തന്നെ 11 എന്ന് പറഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയ നമ്പർ ആണ്. 10 എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര ടൈംസ് അല്ലെ. അപ്പൊ നമ്മള് 1 മുതൽ n വരെയുള്ളത് നമുക്കറിയാൻ പാടില്ല, എത്ര വരെയെങ്കിലും ആവാം, ചിലപ്പോൾ 100 ആവാം 200 ആവാം, എത്ര വേണമെങ്കിലും ആവാം. 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിന്റെ സം എങ്ങനെ കാണും എന്നാണ് ഉള്ളതാണ് നമ്മൾ ഫോർമുല ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ nth ടേം പഠിച്ചതുപോലെ തന്നെ സമ്മിനും എന്തുണ്ടാവും, ഫോർമുല ഉണ്ടാവും. അപ്പൊ 1 മുതൽ n വരെ നമുക്ക് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിന്റെ സം എന്തായിരിക്കും? ഫസ്റ്റ് കിടക്കുന്നത് എന്താണ്, എത്ര നമ്പേഴ്സ്, അതായത് n നമ്പേഴ്സ്. എത്ര, ഇവിടെ 100 നമ്പേഴ്സ് ആയിരുന്നു, ഇവിടെ 10 നമ്പേഴ്സ് ആയിരുന്നു, ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? n നമ്പേഴ്സ്. അപ്പൊ ഫോർമുല പ്രകാരം 2s is equal to എന്തെന്ന് വരും? n അല്ലെ. ഫസ്റ്റ് കിടക്കുന്നത് എന്താണ്? n. അടുത്തത് എന്താണ്? n-നേക്കാളും ഒന്ന് കൂടുതൽ. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ എന്താണ്? n-നേക്കാളും ഒന്ന് കൂടുതൽ. അതായത് n ഇൻറ്റു, അടുത്തത് n ഇൻറ്റു, ഇൻറ്റുക്ക് വരെ നമുക്ക് ബ്രാക്കറ്റ് ഇടാം, n-നേക്കാളും ഒന്ന് കൂടുതൽ, n+1 അല്ലെ. അതായത് 2s എന്നുള്ളത് n ഇൻറ്റു n+1 ആണ് നമുക്ക് ജനറൽ ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ s എന്ന് പറഞ്ഞാൽ എത്രയാണ്? n ഇൻറ്റു n+1/2. ഓക്കെ, ഇങ്ങനെയും എഴുതാം, n/2 ഇൻറ്റു n+1 എന്നും എഴുതാം. അപ്പൊ നമുക്ക് സമ്മ് കാണാനുള്ള 1 മുതലുള്ള നമ്പേഴ്സ് ആണ് കേട്ടോ. 1 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെയാണ് നമുക്ക് കാണേണ്ടത്. നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? സം ഇസ് ഈക്വൽ ടു n ഇൻറ്റു n+1/2. ഇപ്പോഴും നമ്മള് 1 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിന്റെ ഫോർമുലയാണ് കണ്ടുപിടിച്ചത്. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈവൺ നമ്പേഴ്സിന്റെ സമ്മാണ്, ഇരട്ട സംഖ്യകളുടെ സമ്മ്. അപ്പൊ നമുക്കറിയാം ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. 2 + 4 + ഒരു 100 ടേംസിന്റെ നമുക്ക് കണ്ടുപിടിക്കാം. 6 + 8 + അങ്ങനെ പോയി എത്ര വരെ? 100 വരെ. ഓക്കെ, അപ്പൊ ഇതിന്റെ സമ്മ് s is equal to എന്ന് കൊടുക്കാം. അപ്പൊ ഈവൺ നമ്പേഴ്സ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം അറിയാം. എന്താ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഇൻറ്റു n+1/2 ആണെന്ന് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഈവൺ നമ്പേഴ്സിനെ നാച്ചുറൽ നമ്പേഴ്സ് ആക്കി എടുക്കാം. അതായത് സം ഇസ് ഈക്വൽ ടു എല്ലാത്തിലും 2 കോമൺ ആണ് അല്ലെ. ഈവൺ നമ്പേഴ്സിൽ എല്ലാത്തിലും 2 ഉണ്ടാവും. അപ്പൊ 2 നമുക്ക് പുറത്തെടുക്കാം. 2 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഇവിടെ ഇതെന്താണിത്? 2 ഇൻറ്റു 1 ആണ്. അപ്പൊ ബാക്കി 1 പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ്. 2 പോയി കഴിഞ്ഞാൽ ബാക്കി 2 പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 ആണ്. 2 പോയി കഴിഞ്ഞാൽ ബാക്കി 3. അതായത് നമുക്ക് ഉള്ളിൽ കിട്ടുന്നത് എന്താണ്? 4 പ്ലസ് അങ്ങനെ 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 പോയി ഏറ്റവും അവസാനം 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 50 ആണ് അല്ലെ. അപ്പൊ ഏറ്റവും അവസാനം നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടും. 50 നമ്പേഴ്സ് ഉള്ളിൽ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് കിട്ടി? 2 പുറത്തോട്ട് എടുത്തപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടി. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? n ഇൻറ്റു n+1/2 ആണ്. അതിന്റെ ഒപ്പം എന്തും കൂടി വരും? ഒരു 2 കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈവൺ നമ്പേഴ്സിന്റെ സമ്മിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? s is equal to sum is equal to 2 ഇൻറ്റു, നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം n എത്രയാണ്? എത്ര നമ്പേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്? 50 നമ്പേഴ്സ് ആണ് ഉള്ളത്. n ഇൻറ്റു n+1 എന്ന് പറഞ്ഞാൽ 51, n-നേക്കാളും 1 കൂടുതൽ /2 അല്ലേ. അപ്പൊ എന്തെന്ന് വരും? ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് കളയാം നമുക്ക്. അപ്പൊ ബാക്കി 50 ഇൻറ്റു 51 വരും. അപ്പൊ എത്ര കിട്ടും? 2550 കിട്ടും. ഓക്കെ, അപ്പൊ ഈവൺ നമ്പേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യും? എപ്പോഴും ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് പോകും. ഇവിടെ ഒരു 2 ഉണ്ടാവും, അടിയിൽ ഒരു 2 ഉണ്ടാവും, നമ്മൾ ഇക്വേഷനിലുള്ള 2 ഉണ്ടാവും. ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ പുറത്തോട്ട് ഒരു 2 എടുത്തിട്ടും ഉണ്ടാവും നമ്മൾ. അപ്പൊ ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് എന്തായാലും പോകും. അപ്പോൾ ഈവൺ നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തെന്ന് വരും?
n ഇൻറ്റു n പ്ലസ് 1 മാത്രം മതി. കാരണം അടിയിലത്തെ 2 എവിടെ പോകും? കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ, ഇത് ഈവൺ നമ്പേഴ്സിന്റെ സമ്മ് കാണാനായിട്ടുള്ള ഇക്വേഷൻ. ഇത് ഏതെങ്കിലും ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ പുറത്തോട്ട് എടുത്ത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈവൺ നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. ഇനി അടുത്തത് നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾസിന്റെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസിന്റെ ഒരു 100 നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ n നമ്പേഴ്സിന്റെ സമ്മാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 3 സം എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12, അങ്ങനെ 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 പോകും. n നമ്പേഴ്സ് വരെ. എത്ര നമ്പേഴ്സ് ആണോ അത്രയും നമ്പേഴ്സ് വരെ. ഓക്കെ, അപ്പൊ ഇതില് എല്ലാത്തിലും എന്താണ് കോമൺ ആയിട്ട് വരുന്നത്? നേരത്തെ 2ന്റെ മൾട്ടിപ്പിൾസിലെല്ലാം കോമൺ 2 ആയിരുന്നു. 3ന്റെ മൾട്ടിപ്പിൾസിലെല്ലാം കോമൺ എന്താണ്? 3 ആണ്. 3 പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ നേരത്തെ പോലെ തന്നെ എന്ത് കിട്ടും? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ അങ്ങനെ എക്സെട്ര പ്ലസ് n നമ്പേഴ്സ് കിട്ടും. അപ്പൊ ഇതിനകത്തുള്ള n നമ്പേഴ്സിന്റെ ഫോർമുല നമുക്കറിയാം എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ആണ് അല്ലെ. അതിന്റെ കൂടെ എന്ത് വരും? ഒരു 3യും പുറത്തോട്ട് വരും അല്ലെ. 3 ഇൻറ്റും കൂടി വരും. നേരത്തെ ഈവൺ നമ്പേഴ്സിന്റെ പറഞ്ഞപ്പോഴെന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 തന്നെയായിരുന്നു. പുറത്തൊരു 2ഉം കൂടി വന്നു. നേരത്തെ അത് 2 2ഉം കട്ട് ചെയ്തു പോയത് കാരണം ഇക്വേഷൻ ഇങ്ങനായി. ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ പുറത്ത് എന്താ കിടക്കുന്നത്? 3 ആണ് കിടക്കുന്നത്. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3n ഇൻറ്റു n പ്ലസ് 1/2 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് 3ന്റെ മൾട്ടിപ്പിൾസിൻ്റെതായിരിക്കും. അപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസിൻ്റെ സാധാരണ നാച്ചുറൽ നമ്പേഴ്സിൻ്റെത് n ഇൻറ്റു n പ്ലസ് 1/2. ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെത് n ഇൻറ്റു n പ്ലസ് 1/2, 2ന്റെ മൾട്ടിപ്പിൾസിൻ്റെത് 2n ഇൻറ്റു n പ്ലസ് 1/2, 3ന്റെ മൾട്ടിപ്പിൾസിൻ്റെത് 3n ഇൻറ്റു n പ്ലസ് 1/2. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? 4n ഇൻറ്റു n പ്ലസ് 1/2. ഇതിൽ 2ഉം 2ഉം കട്ട് ചെയ്ത് ഇവിടെ എന്തെന്ന് വരും? 2n ഇൻറ്റു n പ്ലസ് 1/2 ആക്കാം. അല്ലെങ്കിൽ 4n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് തന്നെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് എന്തായിരിക്കും? 5n ഇൻറ്റു n പ്ലസ് 1/2 എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഇക്വേഷൻ ആണ് നമുക്ക് സമ്മിൻ്റെത് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ടേം എന്താണ്? എപ്പോഴും 1 ആണ് അല്ലെ. ഉള്ളിൽ എപ്പോഴും എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള സീരീസിന്റെ സമ്മാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ടേം 1 അല്ല എന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ സീരീസ്, നാച്ചുറൽ നമ്പേഴ്സ് അല്ലാത്ത സീരീസിൻ്റെത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചല്ല ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്കിപ്പോ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് പേജ് നമ്പർ 71 ഒരു ആദ്യത്തെ സെറ്റ് പ്രോബ്ലംസ് മാത്രം ചെയ്യാം. അതായത് സമ്മ് കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഇക്വേഷൻ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പഠിച്ച ഈ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ പേജ് നമ്പർ ഫസ്റ്റ് സെറ്റ്, അതായത് ആ ഫസ്റ്റ് സെറ്റിൽ 4 പ്രോബ്ലംസ് ഉണ്ട്. ആ 4 പ്രോബ്ലംസ് നമുക്ക് ഇപ്പോൾ പഠിച്ച മെത്തേഡ് വെച്ചൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസസ് ബിലോ. അതായത് മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ സമ്മിൻ്റെ ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. ആ സമ്മിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് എക്സെട്ര പ്ലസ് 70. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം എല്ലാത്തിലും 50 ഉണ്ട്, 50 പ്ലസ് ഉണ്ട് അല്ലേ. അതായത് 51 എന്ന് പറഞ്ഞാൽ എന്താ? 50 പ്ലസ് 1 ആണ്.
52 എന്ന് പറഞ്ഞാൽ എന്താ 50+2 ആണ്, ഇതിൽ 50+3 ആണ്. അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് 70 വരുമ്പോഴെന്ത് കിട്ടും? 50+20 വരെ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലെല്ലാത്തിലും 50+ കോമൺ ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് 3-ൻ്റെയും 6-ൻ്റെയും ഒക്കെ മൾട്ടിപ്പിൾസിൻ്റെ ചെയ്തിരുന്നപ്പോൾ എങ്ങനെയാണ് വന്നിരുന്നത്? 1 ഇൻറ്റു ആയിരുന്നു നേരത്തെ. 1 ഇൻറ്റു 3, 2 ഇൻറ്റു 3, 3 ഇൻറ്റു 3. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പോൾ എന്ത് വന്നു? 1 പ്ലസ് വന്നപ്പോൾ 1+, 2+, 3+ അങ്ങനെ വന്നു. പക്ഷെ ഇവിടെ എന്താണ്? പ്ലസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും എത്ര 50 കോമൺ ആയിട്ട് പുറത്തെടുക്കും? 20 നമ്പേഴ്സ് അല്ലേ? എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് എങ്ങനെ അറിയാം? 20 നമ്പേഴ്സാണുള്ളത്, 20 50 ആണുള്ളത് അല്ലേ? അപ്പോൾ 20 50 ആണ് നമ്മൾ ഇതിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ഓക്കെ, 20 50+ പുറത്തെടുത്തു നമ്മൾ. ഓക്കെ, 20 50+ ആണ് നമ്മൾ പുറത്തെടുത്തത്. അപ്പോൾ ബാക്കി ഉള്ളിൽ എന്തുണ്ട്? ബാക്കി ഇവരത് 50+ പോയി കഴിഞ്ഞാൽ ബാക്കി 1 + 2 + 3 അങ്ങനെ അങ്ങനെ പോയി ബാക്കി അവസാനം എന്ത് വരും? 20 വരും. ഓക്കെ, അപ്പോൾ പ്ലസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പുറത്തെടുക്കേണ്ടത്. അപ്പോൾ 20 50+ പുറത്തെടുത്തതിന് ബാക്കി നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അറിയാം. ഇതെന്ത് ചെയ്യുമ്പോഴെത്ര കിട്ടും? 1000 കിട്ടും. 2 5s are 10, പിന്നെ 2 0 പ്ലസ് ഇവിടെ നമുക്കറിയാം എന്താ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ ആണ് n×n+1/2 ആണ്. n എത്രയാണ്? എത്ര നമ്പേഴ്സ് ആണ്? 20 നമ്പേഴ്സ് ആണ് അല്ലേ? 20 × n+1 എന്ന് പറഞ്ഞാൽ 21/2 ആണ്. ഇതിൽ 2 ഇത് കട്ട് ചെയ്ത് പോവും. 2ൽ 10 ടൈംസ് 20ൽ 2. അപ്പോൾ 1000 പ്ലസ് ഇവിടെ എത്ര കിട്ടും? 10 × 21 എന്ന് പറഞ്ഞാൽ 210. ഓക്കെ, ഇനി ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1210 കിട്ടും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ nth ടേം കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ എല്ലാം കൂടി കാണുമ്പോഴും ഒറ്റ പ്രാവശ്യം നമ്മൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് ഇത് പഠിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒരിക്കലും ഇക്വേഷൻസും ഫോർമുലാസും ഒന്നും മെത്തേഡ്സും ഒന്നും നമ്മൾ മറന്നു പോകില്ല. അത് മാത്രമല്ല, ഏത് സമയവും നമുക്ക് എന്താണ്? എക്സാം എഴുതാനായിട്ട് പെട്ടെന്ന് തന്നെ എക്സാം ഫിക്സ് ചെയ്താൽ അപ്പം തന്നെ നമുക്ക് എക്സാം എഴുതി പെട്ടെന്ന് എഴുതാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഒറ്റ പ്രാവശ്യം കണ്ടതുകൊണ്ട് മാത്രം നമ്മളുടെ മൈൻഡിൽ നിൽക്കണമെന്നില്ല ആദ്യമായിട്ട് പഠിക്കുന്നത് കാരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ, മാത്സിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? മാത്സ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഏത് സമയത്തും എക്സാമിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 1.5 പ്ലസ് 2.5 പ്ലസ് 3.5 അങ്ങനെ പോകുന്നൊരു സീരീസാണ്. എക്സെട്ര എത്ര വരെ? 12.5 വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഹാഫ് ആണ് കോമൺ ആയിട്ടുള്ളത്. എത്ര ഹാഫ് കോമൺ ആയിട്ടുണ്ട്? 12 ഹാഫ് കോമൺ ആയിട്ട് ഉണ്ട്. 12 ഹാഫ് ആണ് പ്ലസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാത്തിലും എന്താണ്? 1 + ഹാഫ് ആണ് അല്ലേ? അപ്പോൾ 12 ഹാഫ് നമ്മൾ പ്ലസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൽ നിന്ന് ഇപ്പോൾ 12 ഹാഫ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. എത്ര വരെയും? 12 വരെയും. ഓക്കെ, അപ്പോൾ 12 ഹാഫ് പ്ലസ് ഇവിടെ നമുക്ക് എന്താ? എത്ര നമ്പേഴ്സ് ഉണ്ട്? 12 നമ്പേഴ്സ് ഉണ്ട്. 12 ഇൻറ്റു n×n+1 13/2 അതല്ലേ ഇക്വേഷൻ? n × n+1/2 ആണ്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നമ്പേഴ്സ്? 12 നമ്പേഴ്സ്. അതിനേക്കാളും ഒന്ന് കൂടുതൽ 13/2 ചെയ്താൽ നമുക്ക് അതെങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത് ഓർമ്മിച്ചിരിക്കണം. ഇത് 2ഉം 12ഉം കട്ട് ചെയ്ത് പോയി 6 കിട്ടി. ഇവിടെയും 2ഉം 12ഉം കട്ട് ചെയ്ത് പോയി 6 കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 6 + 6 13 എത്ര കിട്ടും?
ത്രീ സിക്സ് 8 1 6 78 കിട്ടും. ഓക്കെ, അപ്പോൾ 78 പ്ലസ് 6 ഈക്വൽ ടു 84. അപ്പോൾ 84 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് ഇങ്ങനെയും ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എസ് ഇസ് ഈക്വൽ ടു റിവേഴ്സ് മോഡിൽ പ്ലസ് ചെയ്തതുപോലെ നമുക്ക് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം ചെയ്തെടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു വെക്കാം. അപ്പോൾ മറ്റേ മെത്തേഡിൽ കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? എസ് ഇസ് ഈക്വൽ ടു ഇത് കിട്ടി. അടുത്തത് എസ് ഇസ് ഈക്വൽ ടു റിവേഴ്സ് ആണെങ്കിലോ ഇവിടെ 12.5 പ്ലസ് അടുത്തത് എന്തായിരിക്കും 11.5 പ്ലസ് 10.5 പ്ലസ് ഏറ്റവും അവസാനം 1.5 അല്ലെ. ഈ നമ്മൾ മലക്കണക്കിലൂടെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം മൈൻഡിൽ ചെയ്യുമ്പോഴും നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2s എന്നുള്ളത് ഇവിടെ എത്ര? അപ്പോൾ 2s ഇസ് ഈക്വൽ ടു നമുക്ക് 14 കിട്ടും. അപ്പോൾ നമുക്ക് എത്ര പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ് കിട്ടുന്നത്? 14 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2s ഇസ് ഈക്വൽ ടു എത്ര 14 ഉണ്ട്? 12 14 ഉണ്ട് അല്ലേ. 12 14 ആണ് നമുക്കുള്ളത്. അപ്പോൾ s ഇസ് ഈക്വൽ ടു 12 × 14/2. ഈ 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ അപ്പോൾ നമുക്ക് 6 14 എത്ര കിട്ടും? 84 കിട്ടും അല്ലേ. അപ്പോൾ ഈ മെത്തേഡിലും നമുക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക.